ഡിസിപ്ലിനുള്ളവരായി പ്രാർത്ഥനയുള്ളവരായി ജീവിച്ച് വളർന്നു വന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ട്രഷർ അവർക്കുണ്ടാകാം. അച്ചടക്കമില്ലാത്ത ലോകത്ത് അച്ചടക്കമുള്ള വൈദികരായി നിൽക്കുന്നതൊരു വലിയ വെല്ലുവിളിയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ഈ ആങ്കർ എന്നൊരു പദം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആങ്കർ എന്ന് പറഞ്ഞാൽ നങ്കൂരം. ഇളകുന്ന കടലിൽ ഇളകാത്ത നങ്കൂരമായി നിൽക്കാൻ ആർക്ക് കഴിയുമോ അവരെയാണ് ആങ്കറൈറ്റ് എന്ന് സന്യാസികളെ വിളിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലത്ത്. അങ്ങനെ ഒരു റോൾ അല്പം പ്രയാസമുള്ളതാണ്, പ്രത്യേകിച്ച് കാലം കഴിയും തോറും. ആർക്കും ആരോടും ഒരു കടപ്പാടും ബഹുമാനവും ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വന്ന് കാണുമായിരിക്കും മിക്കവാറും. വല്ലാത്തൊരു സ്ലിപ്പറി ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിൻ്റെയും സഭകളുടെയും എല്ലാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആരാണ് ഒരു പുരോഹിതൻ? യേശുക്രിസ്തു നിയമിച്ച് പട്ടം കൊടുത്ത കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അദ്ദേഹം സ്വശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത് പറഞ്ഞ് നിങ്ങളാലും വോട്ടിട്ട് കാൻവാസ് ചെയ്തൊന്നും എടുത്തതല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞത്. അത് വളരെ ആധികാരികമായ ഒരു പ്രസ്താവനയാണത്. അത് ശ്രദ്ധിക്കുകയും വേണം. ദൈവം തിരഞ്ഞെടുത്തവർ മാത്രമേ വരാവൂ. അഹറോനെ പോലെ ദൈവം തന്നെത്താൻ എടുക്കുന്നവരല്ല, എടുക്കപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ആ സ്ഥാനത്തിന് അർഹതയുണ്ടാകുകയുള്ളൂ. അദ്ദേഹം അവർക്ക് ശിഷ്യന്മാർക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് നൽവരങ്ങളെല്ലാം കൊടുത്തു. ഉത്ഥാന അനന്തരം ശിഷ്യർക്ക് പ്രത്യക്ഷനാകുമ്പോൾ അവർക്കൊരു പ്രത്യേക അധികാരവും നൽവരവും നൽകിയത് പാപമോചനാധികാരം. ദൈവത്തിന് മാത്രമുള്ളതാണ് പാപമോചിക്കാൻ അധികാരം എന്ന് പറയുന്നത് സത്യമാണ്. അതാ യഹൂദന്മാർ പറഞ്ഞു, ഇവനാരാ പാപം മോചിക്കാൻ, ദൈവത്തിൻ്റെ അധികാരമല്ലേ. അതെ, പക്ഷേ ആ അധികാരം സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ റെമിഷൻ ഓഫ് സിൻസ് എന്ന് പാപമോചന അധികാരം കൊടുക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു. പാപമോചനം നൽകുമ്പോഴുള്ള പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ഊസോയ പ്രാർത്ഥന, ഞാൻ നിനക്ക് മോചനം നൽകുന്നു എന്നാണ് പറയുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. അതിലൊരു അക്ഷരം പോലും മാറ്റാൻ നോക്കുക. ദൈവത്തിൽ നിന്ന്, അപ്പോസ്തലന്മാരിൽ നിന്ന്, സഭയിലൂടെ ലഭിച്ച അധികാരവും സ്വന്തമല്ല, അതുപയോഗിച്ച് ഞാൻ നിനക്ക് പാപമോചനം നൽകുന്നു എന്നത് ആധികാരികമായ ഒരു പ്രസ്താവനയാണ്, മഹാവാക്യമാണ്. അത് പ്രയോഗിക്കുവാൻ ശിഷ്യന്മാർ മുതൽ അങ്ങോട്ട് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത്. അത് ശിഷ്യന്മാർക്ക് കൊടുത്തതാണ്. അത് സഭയിൽ അന്ന് മുതൽ ഇന്ന് വരെയും നടക്കുന്നു. എന്നാൽ ഞാൻ ചോദിച്ച ചോദ്യം, ആരാണൊരു പുരോഹിതൻ? അദ്ദേഹം ശുശ്രൂഷകനാണ്, മിനിസ്റ്ററാണ്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രി നമ്മൾ ആദ്യം പറയും, മന്ത്രിക്കുന്നയാൾ. ശരിയായ അർത്ഥം ശുശ്രൂഷിക്കുന്നവരെന്നാണ്. മിനിസ്റ്റർ ചെയ്യുന്നയാളാണ് മിനിസ്റ്റർ. ഇതൊന്നും നമ്മുടെ മന്ത്രിമാർ സമ്മതിക്കില്ല. അവരെ നമ്മൾ ശുശ്രൂഷിക്കണം, അവർ നമ്മളെ ശുശ്രൂഷിക്കാൻ പഠിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സഭയിലെ മിനിസ്റ്റർ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? ദൈവത്തിൻ്റെയും കർത്താവിനെയും സഭയെയും ശുശ്രൂഷിക്കുന്നവനാരോ അതാണൊരു മിനിസ്റ്റർ സഭയിൽ. ആ ശുശ്രൂഷയുടെ ഈ രണ്ട് ഭാഗങ്ങളെയും നന്നായി അറിഞ്ഞിരിക്കുന്ന ആളിന് മാത്രമേ ഇത് കൈവെക്കാൻ ഒക്കുകയുള്ളൂ. ദൈവത്തെയും ദൈവജനത്തെയും ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്നയാൾ. മനുഷ്യരാണ്, മാനുഷികമായ ബലഹീനതകളും ചിന്തകളും ഇമാജിനേഷനും ഇമോഷൻസും ഒക്കെ കാണും. എന്നാൽ അവയ്ക്ക് അതീതനായി നിൽക്കാൻ ഒരു വലിയ വിളിയും തെരഞ്ഞെടുപ്പും, ഈ രണ്ട് വാക്കും വരുന്നത് ബൈബിളിൽ നിന്നറിയാമല്ലോ, വിളിയും തെരഞ്ഞെടുപ്പും. ഇത് രണ്ടും കഴിഞ്ഞെങ്കിലേ ഇതാകുകയുള്ളൂ. അതുകൊണ്ട് പുരോഹിതൻ എന്ന വാക്കിനെക്കുറിച്ച് തന്നെ മുമ്പിൽ പുരോഭാഗത്ത് നിൽക്കുന്നയാൾ എന്നല്ലേ പഠിച്ചു വച്ചിരിക്കും. മുമ്പിൽ നിൽക്കുന്നയാൾ, അതുകൊണ്ട് നമ്മൾ മുമ്പിൽ കയറി നിൽക്കുന്നതെന്ന് പറയും. അത് മാത്രമല്ല,
ഭാരതത്തിൽ അതിന് വേറെ ഒരർത്ഥമുണ്ട്. ഹിതം ഇഷ്ടമാണ്. പുരോ എന്ന് പറഞ്ഞാൽ ആദ്യമേ, മുമ്പിൽ, ആദ്യമേ മുന്നമേ ദൈവഹിതം അറിയുന്നവനാണ് പുരോഹിതൻ. എല്ലാവരെക്കാളും മുമ്പേ ദൈവഹിതം അറിയിക്കുകയും ചെയ്യുന്ന ആളിനെയാണ് പുരോഹിതൻ എന്ന് വിളിക്കുക. ഇത് ഇന്ത്യ പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു പാഠമാണ്. അപ്പോൾ അത് നമ്മൾ ആ വഴിക്കും കൂടെ ചിന്ത പോകാം. എന്താണ് ദൈവഹിതമെന്ന് അറിയാൻ, അതാണല്ലോ ദൂത് ഇങ്ങോട്ട് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കുക. സൺഡേയിൽ ഞായറാഴ്ച പോയിട്ട് മെസ്സേജ് കൊടുക്കത്തില്ല. അച്ഛൻ തല കുലുക്കുന്നുണ്ട്, ശരി, എല്ലാ ആഴ്ചയും കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തയ്യാറായി വരുമെന്നൊക്കെ പറഞ്ഞാൽ, പ്രിപ്പയർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ, ഇത് മെസ്സേജ് എവിടെ നിന്ന് വരുന്നു? മെസ്സേജിൻ്റെ ഉറവിടം എവിടെ? ആരാണത് ഡിവോൾവ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നത്, കൺവേ ചെയ്യുന്നത്? അതിനൊരു മീഡിയമാണ് നമ്മൾ എത്ര വായിച്ച് 8 പോയിൻറ്റോ 5 പോയിൻറ്റോ ഒക്കെ എഴുതിക്കൊണ്ട് വന്നാലും, ഇത് സമർത്ഥമായ ഉദാഹരണങ്ങളോടുകൂടെ അവതരിപ്പിച്ചാലും, ഇത് ദൂതാണ്. അത് ദൂതിൻ്റെ ഒരു സ്രോതസ്സുണ്ട്, അത് ദൈവം. അതുകൊണ്ടാണ് പല പ്രവാചകന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞോളെ, തോന്നുന്നതൊക്കെ പറയാൻ പാടില്ല. യോനാണ് പറഞ്ഞു, ഈ പറയുന്നത് മാത്രമേ പറയാവൂ, ഈ പറയുന്ന വാക്ക് അവിടെ പോയി പറഞ്ഞോളൂ. അതുകൊണ്ടാണ് അവർ പറയും, യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു. എൻ്റേതല്ലിത്, യഹോവ ഇപ്രകാരം അരുൾ ചെയ്തല്ലാതെ ഒരു വാക്ക് നമുക്ക് പറയാൻ ഒക്കത്തില്ല. നമ്മുടെ ബുദ്ധിയിലൊന്നും അത് ഒതുങ്ങുന്ന കാര്യവുമല്ലല്ലോ. അങ്ങനെ പുരോഹിതൻ ദൈവത്തിനും ജനങ്ങൾക്കും മധ്യേ നിൽക്കുന്ന ഒരു അസാധാരണമായ റോൾ ഉള്ളയാളാണ്. രണ്ടിനോടും വിശ്വസ്തത പാലിക്കണം. കാരണം മോശയെക്കുറിച്ച് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് പുതിയ നിയമത്തിൽ. മോശ ദൈവഭവനത്തിൽ ഏറ്റവും വിശ്വസ്തനായിരുന്നു. ആരോട്? ദൈവത്തോട്. അപ്പോൾ ദൈവത്തോട് പരമമായ വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്സിനകത്ത് ഫെയ്ത്ത് ഉണ്ടല്ലോ, ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന, മരണം വരെയും വിശ്വസ്തത പുലർത്തുന്നയാൾ. അപ്പം മനുഷ്യനോടും അങ്ങനെയായിരിക്കും. ദൈവം കാരുണ്യവാനാണ് എന്നതാണ് വലിയൊരു മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജനങ്ങൾ അവർ ലോകത്തിലാണ് ജീവിക്കുന്നത്, പുരോഹിതന്മാരും ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ സഭയുടെ ചരിത്രം ആദ്യം മുതൽ പരിശോധിച്ചാൽ 3-4 നൂറ്റാണ്ടുകൾ പീഡകളുടേതായിരുന്നല്ലോ, പെർസിക്യൂഷൻ. അത് കഴിഞ്ഞാണ് മതസ്വാതന്ത്ര്യം, സാമ്രാജ്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അതോടുകൂടി ഉണ്ടായ ഒരു അപകടം, ലോകം സഭയിലേക്ക് വന്നു. ഇത് ചരിത്രത്തിലെ ഭാഗമാണ്. ലോകം സഭയിലേക്ക് വന്നു. അതുവരെയുള്ള സഹനവും മറ്റും അവിടെ നിന്നു. പിന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യമായി. അങ്ങനെയാണ് ഈ സന്യാസത്തിൻ്റെ തുടക്കം മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഈജിപ്തിലും മറ്റും. ചില ആളുകൾ പറഞ്ഞു, ഇതല്ല സഭ. ഇങ്ങനെ വലിയ സ്ഥാനമാനങ്ങൾ, വലിയ നീള ഉടുപ്പുമൊക്കെ ഇട്ട്, വലിയ മാലയൊക്കെ ഇട്ട്, ഇങ്ങനെ ജനത്തിൻ്റെ മുമ്പ് ഇങ്ങനെ ആന എഴുന്നള്ളിച്ച് നിർത്തുന്ന ഒരു പരിപാടിയല്ലിത്. അവർ പറഞ്ഞു, ഇതല്ല സഭ. അതിൻ്റെ കാതൽ പോയി, നമ്മുടെ സുകുമാർ അഴികൂടെ കാതൽ പോയി പൂതൽ വന്നെന്ന് പറയുന്നത് പോലെ സഭയുടെ സത്ത പോയിരുന്നു എന്ന അപകടം തിരിച്ചറിഞ്ഞാണ് കുറേ പേര് മഹർഷികളാകാൻ പോയത്. അവർ വനാന്തരങ്ങളിലേക്കോ പർവ്വതത്തിലേക്കോ പോയി ലോകം മുഴുവനും അവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. അതൊരു ടൈപ്പാണ് സന്യസ്തർ. അവരുടെ ചിന്ത ഇതായിരുന്നു, ലോകം സഭയിലേക്ക് വന്നാൽ, ഇന്നും അതിന് നമ്മൾ വ്യത്യസ്തരൊന്നും അല്ല, ഇഷ്ടംപോലെ ലോകം നമ്മുടെ ഇടയിലുണ്ട്. ലോകത്തിൻ്റെ വേണ്ടാധീനങ്ങൾ നമ്മൾ ചുമ്മിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ അപകടം അത് തുടരുകയാണ്. ഇതിനെതിരായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, ആക്രോശങ്ങളുമല്ല. സഭ എന്തിനു വേണ്ടിയാണ്? സഭാനാഥൻ തലയാണെന്നാണ് പറഞ്ഞ യേശുക്രിസ്തു, ശരീരം സഭയും. അങ്ങനെ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ വന്നാൽ അതിൽ നിൽക്കുന്ന ഒരാളാണ് പുരോഹിതൻ. ദൈവത്തെയും ദൈവജനത്തെയും സ്പർശിച്ചുകൊണ്ട് നിൽക്കുന്നയാൾ. മോശയെപ്പോലെ യഹോവയുടെ നേരെ തിരിഞ്ഞ് കരയുന്നവൻ, ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിദേവനങ്ങളും ഏറ്റുവാങ്ങി
ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വയ്ക്കുന്നത്. അവിടെ നിന്ന് ദൂതവും ആശ്വാസവും സൗഖ്യവും ഒക്കെ വാങ്ങിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ അതെല്ലാം അധികാരപ്പെടുത്തി. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലേ വരെ വിടുന്ന ഉടനെ മിഷന് പോകുന്നുണ്ട്. മിഷൻ അത് നമ്മൾ പറയാറില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞ് വിടുന്നുണ്ട്. അതൊക്കെ ഉള്ളതാണ്. അങ്ങനെ യേശു ക്രിസ്തു നിയമിച്ച നിയമനം ഏറ്റുവാങ്ങിയ ശിഷ്യന്മാർ അവർ സഭയ്ക്ക് സഭയിൽ നൽകിയ നൽവരം കർത്താവിൽ ലഭിച്ചത് മാത്രം അത് നൽകിയാണ് ജനങ്ങളെ ശുശ്രൂഷിക്കാൻ, സഭയെ ശുശ്രൂഷിക്കുവാൻ പുരോഹിതന്മാർ ആയിരിക്കുന്നത്. അവർ സ്വയം നിയമിതരല്ല, ദൈവം നിയമിക്കുന്നവരാണ്. അഹറോനെ പോലെ ദൈവം തിരഞ്ഞെടുക്കുന്നവരാണ്. അവർ അറിയണം, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ എന്നുള്ള പ്രവചനവാക്യം. അതായത് അശുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല എന്നർത്ഥം. ശുദ്ധം എന്ന പഴയ സംസ്കൃത മലയാള പദം വളരെ ശുദ്ധമാണ്. ശുദ്ധി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ശുദ്ധം ഉള്ളവനാകുന്നു, ശുദ്ധം മാറുക എന്നൊക്കെ പറയും. ഇത് പ്രത്യേകാൽ പുരോഹിതന്മാർക്കും സന്യാസികൾക്കും അത് ആപ്ലിക്കബിളാണ്. ശുദ്ധി എന്നുള്ളത് അന്തരാത്മാവിൻ്റെ പ്രകാശമാണ്. അത് നഷ്ടപ്പെടാനിടയാകരുത്. പുരോഹിതന്മാർ ഒരിക്കലും ഐമേനിയെ പോലെ ആകാൻ പാടില്ല എന്ന് പല കാര്യങ്ങളിലും ഗീവർഗീസ് ദ്വിതീയൻ ബാവ അത് ആവർത്തിച്ച് പറയുമായിരുന്നു. പുരോഹിതന്മാർ ഐമേനിയാവരുത് എന്ന്. ഐമേനിക്ക് ലൈസൻസ് ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഇവർക്കൊരു പ്രത്യേക നിലവാരമുണ്ടെന്നാണ്, സ്റ്റാൻഡേർഡ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ താഴാൻ പാടുന്നില്ല. അവരുടെ സംസാരങ്ങളാകട്ടെ, അവരുടെ പ്രവർത്തനങ്ങളാകട്ടെ, മാതൃകാപരമായ പെരുമാറ്റങ്ങളാകട്ടെ, എല്ലാത്തിനും ഒരു നിലവാരം ഉണ്ടായിരിക്കണം. നില മറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അവരവരുടെ നില മറന്ന് ആരും പ്രവർത്തിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് പൗരോഹിത്യധർമ്മം എന്നൊരു പദം, ഭർത്തൃധർമ്മം, ഭാര്യാധർമ്മം എന്ന് പറയുന്നത് അവരവർക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടീസാണ്. അതുകൊണ്ട് പുരോഹിതധർമ്മം അത് കേവലം കൂദാശകൾ അനുഷ്ഠിക്കുന്നത് മാത്രമല്ലല്ലോ, അത് പ്രധാനമാണ്. പുരോഹിതന് പ്രധാനമായിട്ട് കുർബാനയെല്ലാം വേണ്ടിയിട്ടാണ്. ജനങ്ങൾ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് പോകാനും ശാസിക്കാനും നിയമാനുസൃതം ശിക്ഷിക്കാനും ഒക്കെയുള്ള എല്ലാ അധികാരവും ഒരു പാട്ടക്കാരനുണ്ടായിരിക്കും. അതിനാണ് ഈ നിലവാരം നിൽക്കുന്നത്. എന്നാൽ ഡെമോക്രസി എല്ലായിടത്തും കൊണ്ട് ചിലയിടത്ത് ഇച്ചിരി കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പം കമ്മിറ്റി കാണും, പൊതുയോഗം കാണും, പിന്നെ BP മേലോട്ടും താഴോട്ടുമൊക്കെ പോകും. അതിലൊക്കെ അധ്യക്ഷത വഹിക്കേണ്ട ആളാണ് വികാരി. വികാരിയെ തറയെ നിർത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജനങ്ങളെല്ലായിടത്തും ഉണ്ടാകാം. അതവർക്കൊരു വിനോദമാണിത്. ഈ ഒരാൾ, ഞങ്ങൾ 150 പേരായിരിക്കും, ഇത് ഒറ്റയാളല്ലേ, 1 versus 150, ഇതാണ് നമ്മൾ കാണുന്ന നിലവാരം. എന്നാൽ അവർക്ക് പ്രത്യേക അധികാരങ്ങളും ഒക്കെ ഉണ്ട്. അവരാണ് അത് നിയന്ത്രിക്കേണ്ടത്. അസംബ്ലിയിലെ പോലെയല്ല. അവിടെ പ്രധാനമന്ത്രിയോ ചീഫ് മിനിസ്റ്ററോ കാണും, അവിടെ ഒരു സ്പീക്കർ, ഇതെല്ലാം കൂടെ അധ്യക്ഷൻ, പ്രധാനമന്ത്രിയാണ്, സ്പീക്കറുമാണ്, എല്ലാമാണ് അവിടെ. അതിനെ വക വയ്ക്കണം. അതിൻ്റെ വകയാണെന്നറിഞ്ഞ് അത് കണക്കാക്കി ചെയ്യുന്നതിൻ്റെ പേരാണ് വകവയ്പ്പ്. അതില്ലാതെ പോയാൽ ഒന്നും നടക്കുകയില്ല. ഈ ജനങ്ങളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ വേദപുസ്തകം പഠിപ്പിക്കണം, സന്മാർഗം പഠിപ്പിക്കണം, കൂദാശകളെക്കുറിച്ച് പഠിപ്പിക്കണം. അതെല്ലാം കൺവെൻഷൻ കൂടെ കിട്ടിക്കോളെന്ന് പറഞ്ഞാൽ ചുമ്മാതെ. ടീച്ചിങ് ഒരു പ്രധാന ജോലിയാണ് പുരോഹിതൻ്റെ. പല നിലകളിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് ഏകദേശമൊക്കെ അറിയാം. ടീച്ചിങ് കൊണ്ട്, ഹീലിംഗ് കൊണ്ട്, രോഗികൾക്ക് വേണ്ടി കൂടെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി തൈലാഭിഷേകം നടത്തുന്നുണ്ട്. കൂദാശകൾ ഭക്തിയോടെ നിർവഹിക്കണം. ഇതിൻ്റെ എല്ലാം കാതലായിട്ട് നിൽക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. പാട്ടും കൂടെ ആയാലും എന്തായാലും അതിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് വിശുദ്ധ കുർബാനയാണല്ലോ. അതിനു വേണ്ടി ഒരുങ്ങി അതിനെ ചെയ്യേണ്ടതുപോലെ ചെയ്ത് പൂർത്തിയാക്കി ആ ജോലിയാണ്. അത് ഒരു പുരോഹിതനെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് വിശുദ്ധ കുർബാന, ജനങ്ങളെയും. അത് പലവരും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വലിയൊരു ചേഞ്ച് ചെയ്യുന്ന ആളിൽ ഉണ്ടാകണം. അവസാനം കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്
എല്ലാവരോടും പറയും നിങ്ങളകത്ത് കയറിക്കോ ലോകാരംഭം മുതൽ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പൗലോസ് ശ്ലീഹ പറയുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു അവകാശമാണ്, നമുക്കൊന്നും പറയാനുള്ള അർഹതയില്ല. ഞാൻ നല്ല പോർ പൊരുതി ഓരോ വാക്കും ചിന്തിച്ച് നോക്കും. അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓട്ടം തികച്ചു. എന്തോട്ടമാണെന്ന് നോക്കിക്കോ. ആളുകളെ പേടിച്ചോടുന്നതല്ലിത്. ഐ ഹാവ് കെപ്റ്റ് മൈ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ഇത്രയൊക്കെ ഉണ്ടെങ്കിലേ ബാക്കി പറയാനൊക്കത്തുള്ളൂ. നീതിയുടെ കിരീടം കിട്ടുമെന്നൊക്കെ. അതൊരു വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ. സെയിൻറ്റ് പോൾ കുറഞ്ഞ ആളൊന്നും അല്ല, എങ്കിലും അദ്ദേഹം പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആളാണെന്ന് ഏറ്റുപറയുന്ന ആളാണല്ലോ പൗലോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവകാശവാദം ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് ജയിലിൽ കിടന്ന് അടിയും കൊണ്ട് മനുഷ്യൻ്റെ ചീത്തയും കൊണ്ട് നടന്ന ഒരാളാണ്. അദ്ദേഹമാണ് പറയുന്നത് ഇതിൻ്റെ പ്രതിഫലം ദൈവം തരണമെങ്കിൽ തന്നോട്ടെ. അപ്പോൾ പ്രതിഫലം കൊടുക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥനയും കണ്ണുനീരും അർപ്പിക്കുകയും ജനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ശപിക്കാനല്ല. വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു, പുരോഹിതൻ അനുഗ്രഹിക്കണം. ശപിക്കണം എന്നുള്ളത് മനസ്സിലില്ല. പുരോഹിതൻ അനുഗ്രഹിക്കണം എന്നാണ് പഴയ പ്രമാണം. ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അതാണ് തരുന്ന ഒരു അറിവ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ പുരോഹിതൻ്റെ അച്ചടക്കം, അദ്ദേഹത്തിൻ്റെ കാനോനികമായ പ്രാർത്ഥനകൾ, അനുഷ്ഠിക്കേണ്ട നോമ്പും ഉപവാസവും മൗനം, ഇതേ കൂടെ ഒക്കെ ട്രെയിൻ പോകുക. പാളം ഉറപ്പിച്ചില്ലെങ്കിൽ ട്രെയിൻ ഓടത്തി. ഇത് അടിസ്ഥാനപരമാണ്. ഈ ചില കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ളതില്ലെങ്കിൽ വെറുതെ വേഷം കെട്ടാവുന്നത് മാത്രമേ ഉള്ളൂ. വണ്ടി ഓടണമെങ്കിൽ അതിന് റോഡ് വേണം, അല്ലെങ്കിൽ ട്രാക്ക് വേണം. ട്രാക്കിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ വേഷത്തിൻ്റെ വൈവില്യം കൊണ്ടോ തിളക്കം കൊണ്ടോ ആരും ഒന്നും ആകാൻ പോകുന്നില്ല. മറിച്ച് വളരെ സംയമനത്തോടും ദൈവഭയത്തോടും കൂടെ എന്തൊക്കെ പഠിപ്പിച്ചോ അത് ആചരിക്കണം. ആചരിക്കുന്നവനെ ആചാര്യനാകുകയുള്ളൂവല്ലോ. അത് ആചരിക്കണം. ഏത് കാലാവസ്ഥയിൽ, അനുകൂല പ്രതികൂല സ്ഥലങ്ങളിൽ, അന്തരീക്ഷങ്ങളിലും പ്രവർത്തിക്കാനുള്ള ബാധ്യതയാണല്ലോ പുരോഹിതങ്ങൾ. ചീത്ത കാട്ടുന്നിരിക്കും. താൻ ആരോടെ എന്നൊക്കെ ചോദിച്ച് കാണുമായിരിക്കും. ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കെ. അതിൻ്റെയൊക്കെ മുനയിൽ നിന്നുകൊണ്ട് വേണം ഈ ശുശ്രൂഷ നിർവഹിക്കാൻ. ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് അത് ഇദ്ദേഹത്തിന് അതിനുള്ള എല്ലാ യോഗ്യതയും കൊടുക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ്